തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ദീപ. ഞാൻ മൂവാറ്റുപുഴ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. എല്ലാവരെയും പോലെ എനിക്കും നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ഞാൻ 10 വർഷം നാട്ടിലും ബോംബെയിലും ബാംഗ്ലൂരുമായി ജോലി ചെയ്തു. എനിക്കും വിദേശത്ത് പോകണമെന്നുള്ള വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ 2018 മുതൽ ഞാൻ OET ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. 2018 OET ഞാൻ ഒരു വട്ടം എഴുതി. എനിക്ക് ഒരു മോഡ്യൂൾ പോകേണ്ട സ്കോർ കിട്ടിയില്ല. വീണ്ടും ഞാൻ OET ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. ആ സമയത്താണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. എൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞു, ഇങ്ങനൊരു കൃപാസനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ, മാതാവിനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും OET കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ എനിക്ക് ക്ലാസ് ഇല്ലാത്തൊരു ദിവസം ഞാൻ ഇവിടെ വന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് ചെയ്തു പോന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ഞാൻ അനാഥാലയങ്ങളിൽ പോകുമായിരുന്നു. പിന്നെ രോഗി സന്ദർശനം, മെഡിക്കൽ കോളേജുകളിലെ രോഗികൾക്ക് ഭക്ഷണം കൊണ്ടേ കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള എല്ലാ പത്രവിതരണം എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ മാതാവിൽ വിശ്വസിച്ചു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മാതാവിന് എനിക്ക് OET തരും. അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ എനിക്ക് OET കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. വീണ്ടും ഞാൻ OET എഴുതി. വീണ്ടും എഴുതിയപ്പോഴും എനിക്ക് പോകാനുള്ള സ്കോർ കിട്ടിയില്ല. എനിക്ക് ഒത്തിരി സങ്കടമായി. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ഇത്രമാത്രം ചെയ്തിട്ടും നീ എനിക്ക് എന്തുകൊണ്ട് എന്നെ ഒന്ന് പാസ്സാക്കുന്നില്ല? എൻ്റെ കൂട്ടുകാരികൾ, എൻ്റെ ഒപ്പം പഠിച്ച് എല്ലാവരും OET ക്ലിയറായി, എല്ലാവരും പോകുന്നു. എനിക്ക് മാത്രം എന്താ മാതാവേ നീ എനിക്ക് OET തരാത്തതെന്ന് ചോദിച്ച് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. വീണ്ടും ഉടമ്പടി പുതുക്കി. അങ്ങനെ 4ാമത്തെ വട്ടം ഞാൻ വീണ്ടും OET എഴുതി. ഒരിക്കലും ഇല്ലാത്ത പോലെ ആ പ്രാവശ്യം എഴുതിയപ്പോൾ എനിക്ക് OET ഭയങ്കര ടഫായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, മാതാവേ, ഞാൻ എഴുതിയത് കൊണ്ട് എനിക്ക് OET കിട്ടത്തില്ല, പക്ഷെ നീ എനിക്ക് തരുവാണെങ്കിൽ മാത്രമേ ഞാൻ OET പാസ്സാവുള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ദിവസം, ഒരു ചൊവ്വാഴ്ച ദിവസം ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ OETയുടെ റിസൾട്ട് ഔട്ടാവുന്നത്. എൻ്റെ മാതാവ് എനിക്ക് അയർലൻഡ് സ്കോർ തന്ന് ആ വട്ടം അനുഗ്രഹിച്ചു. അങ്ങനെ മുമ്പോട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളിലും, എൻ്റെ പ്രോസസ്സിങ്ങിലും ഒരു തെറ്റും ഒരു കുറവില്ലാതെ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഇൻ്റർവ്യൂ കിട്ടുവാനും എനിക്ക് അയർലൻഡിലോട്ട് കടന്നു പോകാനും മാതാവ് എന്നെ സഹായിച്ചു. ഞാനിപ്പം അയർലൻഡിൽ നിന്ന് വന്നിട്ട് 2 ദിവസമായി. അയർലൻഡിൽ ചെന്നപ്പോഴായാലും അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു എക്സാം ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ്. ആ എക്സാം നല്ല ടഫാണ്. ഞാൻ പോകുന്നത് മുമ്പ് വരെ ആ എക്സാം കുഴപ്പമില്ലാതെ ലിബറലായിട്ട് പോകുന്ന എക്സാം ആയിരുന്നു. ഞാൻ പോകുന്നതിൻ്റെ ഒരു 2 മാസം മുമ്പ് സിലബസ് ഒക്കെ ചേഞ്ച് ആക്കിയിട്ട് എല്ലാ മാറ്റങ്ങളും വന്നൊരു സമയമായിരുന്നു ഞാൻ ചെന്ന സമയം. ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയുമായിരുന്നു. കാരണം ഈ ആപ്റ്റിറ്റ്യൂഡ് നമുക്കവിടെ പാസ്സായില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു പോരണം. ഒരുപാട് വിഷമിച്ച് വീണ്ടും ഞാൻ അവിടെ ഓൺലൈൻ ഉടമ്പടി ഞാൻ അയർലൻഡിൽ ചെന്നിട്ടെടുത്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ്, എനിക്ക് ഈ ആപ്റ്റിറ്റ്യൂഡ് എക്സാം നീ പാസ്സാക്കി തരണം. എനിക്ക് ഇനി നാട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. മാതാവേ, നീ എനിക്ക് അതിന് റിസൾട്ട് തരണമെന്ന് ഞാൻ അങ്ങനെ ഭയങ്കര വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡിന് 12 മോഡ്യൂൾസാണ്. 12 സ്റ്റേഷൻ, നമുക്ക് 12 സ്റ്റേഷനും ഒറ്റയടിക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഒരു റിപ്പീറ്റും കൂടെ ചെയ്യാം. ആ 2 പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് 12 സ്റ്റേഷനും നീ എനിക്ക് ഒറ്റയടിക്ക് തരണേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഫെബ്രുവരി 24-ാം തീയതിയായിരുന്നു എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് എക്സാം. എനിക്ക് എക്സാം നല്ല പാടായിരുന്നു. എനിക്ക് 5 സ്റ്റേഷൻസ് ഞാൻ എന്താ ചെയ്തതെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഭയങ്കര കരഞ്ഞ് സ്റ്റേഷൻസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര ടഫായിരുന്നു എനിക്ക് എക്സാം. എന്നാലും ഞാൻ എൻ്റെ മാതാവിൽ ഉറച്ച് പ്രാർത്ഥിച്ച് പുറത്തു വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ എക്സാം പാസ്സായി. ഇപ്പം ഞാൻ അവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ മാതാവിനൊരു വാക്ക് കൊടുത്തിരുന്നു, എക്സാം പാസ്സായി ഞാൻ എന്ന് വരുന്നോ അന്ന് ഞാനിവിടെ വന്ന് അമ്മയോട് സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. എൻ്റെ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ അനാഥാലയങ്ങളിൽ സന്ദർശിച്ച കുഞ്ഞുമക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണങ്ങൾ കൊടുക്കുമായിരുന്നു. പത്രവിതരണം, എനിക്കാകുന്ന വിധം എല്ലാ സ്ഥലങ്ങളിലും പോയി പത്രവിതരണത്തിന് പോകുമായിരുന്നു. ഈ ജീവിതത്തിൽ എനിക്ക് മാറ്റമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ പോകും. എന്നാലും എനിക്ക് ദൈവത്തെ കൂടുതൽ അറിയുവാനും എനിക്ക് അതിനൊന്നും കൂടുതൽ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നെക്കൊണ്ടാകുന്ന വിധം ഞാൻ എല്ലാ ആഴ്ചകളിലും പള്ളിയിൽ പോകുമായിരുന്നു. പിന്നെ ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. എൻ്റെ കൂട്ടുകാർ
അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ. ഇനിയും എൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ കൃപാസന മാതാവിനെ മുറുക്കെ പിടിച്ച് ജീവിക്കുവാൻ എൻ്റെ തമ്പുരാൻ എന്നെ സഹായിക്കണം. സെഫാനിയ 3:17 നിൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേ ഉണ്ട്.